കുതിർത്തിയെടുത്ത പയറിൽ കുറച്ച് ഉപ്പുപൊടിയും പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. തൊണ്ട് കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകിയെടുത്ത ചേമ്പും കഷ്ണങ്ങളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും വിതറി നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിലേക്കായിട്ട് തേങ്ങ, കാന്താരി മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി ക്ലീനാക്കിയതും ജീരകവും കൂടെ ചേർത്തിട്ട് തരുതരുപ്പായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പയർ നമുക്ക് ഈ വെന്ത് കഴിഞ്ഞ ചേമ്പും കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചോടാ, ഇതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി. നമുക്കിനി വേവിച്ച് വെച്ച പയറിൽ ചേർത്തിട്ട് അരപ്പും കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അതൊന്ന് തിളച്ച് വരണമല്ലോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. എന്നെപ്പോലെ നല്ല നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് ചൂട് കഞ്ഞിയോടൊപ്പം ഈ ചേമ്പ് പുഴുക്കും 3-4 കഷ്ണം വറുത്ത മീൻ നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം മതി. ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭക്ഷണം കുശാലായി.